നമസ്തേ. അതെ, ദോഷങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊന്നാണ് നമ്മുടെ വൃഷരാജ നമോസ്തുതി. അതായത് നമ്മുടെ അരയാലിനെയും ആലിനെയും നമ്മൾ നമസ്കരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ ആലിന് 7 വലത് വയ്ക്കണം എന്നാണല്ലോ. ഓരോ വലത് വയ്ക്കുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആലിന് 7 വലതാണ്. അപ്പോൾ ഈ ആലിനെ 7 വലത് വെച്ച് തൊഴുന്ന സമയത്ത് നമ്മൾ ചില ദോഷങ്ങൾ മാറുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പറയേണ്ട മന്ത്രമുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ദോഷങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് മാറണേ എന്ന് പ്രാർത്ഥിക്കലല്ല, അത് വച്ചുകൊണ്ടതിന് ശേഷം ആലിന് പറയുന്ന മന്ത്രം അത് ഇതാണ്: മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണി, അഗ്രതോ രുദ്രരൂപായ വൃഷരാജ യതേ നമ, അശ്വത്ഥ ഹുതഭുദേവ ഗോവിന്ദസ്യ സദാശ്രയ, അശേഷം ഹരമേശോകം വൃഷരാജ നമോസ്തുതേ. ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് 7 വലത് വെച്ച് നമ്മൾ ആലിനെ പ്രദക്ഷിണം ചെയ്താൽ, അല്ലെങ്കിൽ ആല് ചിലയിടത്ത് അത് നമ്മൾ അരശെന്ന് പറയും, അതിനെ പ്രദക്ഷിണം ചെയ്ത് തൊഴുമ്പോൾ നമ്മുടെ ദോഷങ്ങളുടെ കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ദോഷങ്ങളൊന്നും മാറില്ല. കാരണം ജനനം മുതൽ മരണം വരെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ, കാര്യങ്ങളാണ് നടക്കുന്നത്. എല്ലാം തന്നെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈശ്വരനോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതോടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട്. കരിങ്കല്ല് വീഴാൻ യോഗമുണ്ടെങ്കിൽ അത് ചല്ലി വീഴുന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവും. അപ്പം ആ ഒരു സംഗതിയാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ മൂലതോ ബ്രഹ്മരൂപായ, മൂലറ്റത്ത് ബ്രഹ്മനാണ്, മധ്യതോ വിഷ്ണുരൂപിണി, മധ്യഭാഗത്ത് വിഷ്ണു, അഗ്രതോ രുദ്രൻ ശിവൻ. അപ്പം ഈ 3 ദൈവങ്ങളും ഇരിക്കുന്ന കുടികൊള്ളുന്ന അരയാലിനെ ഞാൻ പ്രാർത്ഥിക്കും എന്ന തരത്തിലുള്ള ഈ മന്ത്രം നമ്മൾ ഈ അരയാലിൻ്റെ ചോട്ടിൽ പോയിട്ട്, ക്ഷേത്രങ്ങളുടെ അരയാലിൻ്റെ ചോട്ടിൽ പോയിട്ട് 7 വലത് വെച്ച് തൊഴുന്നത്. രാവിലെയാണ് അത്യുത്തമം, വൈകുന്നേരം തൊഴാറില്ല. കാരണം പകലാണ് ഈ അരയാലിൻ്റെ ചോട്ടിൽ ഓക്സിജൻ കണ്ടന്റ് കൂടുതൽ വരിക. അത് ശാസ്ത്രീയമായ വശം. മറ്റത് പൂജ നടക്കുന്നതും പകലാണ്. സന്ധ്യയ്ക്ക് ശേഷം ചിലപ്പോൾ മിക്ക അരയാലിൻ്റെ ചോട്ടിൽ എന്തുണ്ടാവും? നാഗരുണ്ടാവും, നാഗർ പ്രതിഷ്ഠ ഉണ്ടാവും. നാഗരനെ നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം ബലം വയ്ക്കാറില്ല. ചില ക്ഷേത്രങ്ങളിൽ നാഗരനെ ബലം വയ്ക്കാറേ ഇല്ല. അതുകൊണ്ട് അരയാലിൻ്റെ ഈ 7 വലത് വയ്ക്കുന്നത് ഏറ്റവും ഉത്തമം അതിരാവിലെയാണ്. അതിനുശേഷം നമ്മൾ വൈകുന്നേരങ്ങളിൽ അരയാലിനെ നമ്മൾ ബലം വയ്ക്കാറില്ല. ചില ക്ഷേത്രങ്ങളിൽ അവസരം കൊടുക്കുന്നുണ്ട്, അത് തെറ്റൊന്നുമല്ല. പക്ഷേ അതിരാവിലെ പോയിട്ട് ഈ അരയാലിൻ്റെ ചോട്ടിൽ നമ്മൾ ഈ മന്ത്രം പറഞ്ഞ് 7 വലത് വെച്ച് തൊഴുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് നമ്മുടെ ഈ ദോഷങ്ങളുടെ കാഠിന്യത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഈ മന്ത്രം. അത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മറ്റു വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രം നമ്മളൊന്ന് പഠിച്ച്, മിക്ക ക്ഷേത്രങ്ങളിലും ഇത് എഴുതി വെച്ചിട്ടുണ്ട്, പഠിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ ചൊല്ലുമ്പോൾ മനസ്സിന് ശാന്തിയും നമ്മുടെ ആ ബുദ്ധിമുട്ടുകൾ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ ഇഷ്ടത്തിനെ നമ്മൾ 7 വലത് വെച്ചിട്ട് ഈ മന്ത്രം പറഞ്ഞ് നമസ്കരിക്കുന്നത് നമുക്ക് നന്നായിരിക്കും. ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, വൃക്ഷച്ചോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അരയാല് അല്ലെങ്കിൽ അരശ്, ആ വൃക്ഷത്തിൻ്റെ ചോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ദേവവൃക്ഷങ്ങളിൽ പെട്ടതാണ് അരശ് അല്ലെങ്കിൽ അരയാല്. മഹർഷിമാരുടെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ, മഹർഷിമാരുടെ സാന്നിധ്യം, തപസ് അല്ലെങ്കിൽ അവരുടെ സമാധി അല്ലെങ്കിൽ അവരുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് അരയാല് ഉണ്ടായിരുന്നത്, തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് അത് പടർന്നതാണ് പറയുന്നത്. അപ്പോൾ അരയാലിന് അത്രയധികം പ്രസക്തിയുണ്ട്. ഇന്നിപ്പോൾ ആധുനിക ശാസ്ത്രം അത് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഓക്സിജൻ കണ്ടന്റ് പുറത്തു വരുന്നത് പകല് അരയിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ പകല് അരയാലിൻ്റെ ചുറ്റി പോയിരിക്കുമ്പോൾ വളരെ അധികം വിശ്രമം കിട്ടുന്നത്, ഫീൽ ചെയ്യുന്നത്. രാത്രികളിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ പുറത്തു വിടുന്നതും ഇതേ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ രാത്രികളിൽ നമുക്ക് അരയാലിൻ്റെ ചുവട്ടിൽ ഇരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അരയാലിൻ്റെ മന്ത്രം, അതായത് വൃക്ഷത്തിൻ്റെ മന്ത്രം, ഏത് വൃക്ഷത്തിൻ്റെ അല്ല, നമ്മുടെ ജന്മവൃക്ഷത്തിലായിരുന്നാലും അല്ലെങ്കിൽ അരയാലായിരുന്നാലും, ജന്മവൃക്ഷം നമുക്ക് കിട്ടുമെങ്കിൽ അത്, അല്ലെങ്കിൽ അരയാലായിരുന്നാലും ഇത്തരം ഈ മന്ത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യമായ മാറ്റം ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ.